നമുക്ക് ചെറുക്കനെ വിളിക്കാം. സോ ദിസ് ഈസ് ദ പയ്യൻ. അപ്പൊ ഇവിടെ മുതൽ സംഭവം സ്റ്റാർട്ട് ചെയ്യാം. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ മാരീഡ് ആണ്. ഇവിടെ ഈ മാരീഡ് ആണെന്ന് പറയുന്നതാണ് ആ വിഷ്ണു എന്നാണ്. സിംഗിൾ ആണ്. എനിക്കൊരു വൈഫുണ്ട്, നല്ലൊരു സുന്ദരിയ മോളുണ്ട്. മോളെ പേര് അമയ ബി. സിംഗിൾ ആണ്. അമ്മയെ എന്ന് പറഞ്ഞ മകൾ. ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. ഈ ഗ്ലാമി ഗംഗയ്ക്ക് ഇത് എന്തോ ഇത് വളരെ മോശമായി പോയി. ആണോ? എന്താ സംഭവം? എന്താ ഇങ്ങനെയൊക്കെ എന്നുള്ളതൊക്കെയാണേ. എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാമേ. എന്താ സംഭവം എന്നുള്ളതല്ലേ. ഓക്കെ, മനസ്സിലായി കാണും. സോ ഇന്ന് ഫൈനലി നമ്മുടെ മുതുക്ക് ചേർക്ക ഓപ്പോസിറ്റ് ഇരിപ്പുണ്ട്. അപ്പൊ പുള്ളിക്കാരനെ വെച്ചിട്ട് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് എനിക്ക് പത്ത് പറയാണ്ട്. വേറെ ഒന്നുമല്ല, ഞാൻ ഇത് ഇത്ര സസ്പെൻസ് ഇട്ട് അങ്ങനെയൊന്നും കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചല്ല. ഞാൻ ജാനുവരി 1st വീക്ക് നമ്മുടെ തുടക്കത്തിൽ തന്നെ ഓക്കെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു. ഓഫ്കോഴ്സ് എന്റെ ഫാമിലിയുടെ അടുത്ത് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഞാനത് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 4 ദിവസം കഴിയുമ്പോൾ ഇത് വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഒന്ന്, ഞങ്ങൾ ഈ ഒരു വീഡിയോ അല്ലാതെ ഞങ്ങൾ വേറൊരു വീഡിയോ ഉടനെ ഇടുന്നുണ്ട്, ഉടനെ വരുന്നത്. അപ്പൊ അതിന്റെ ഷൂട്ട് ഡിലേ ആയത് കാരണമാണ് ഇന്ന് ഈ വീഡിയോ ഇത്ര വളരെ ഡിലേ ആയത്. അതായത് ഞാൻ ഫ്രീ ആവുന്ന ദിവസം ഒന്നെങ്കിൽ വീഡിയോഗ്രാഫറും പുള്ളിയും ഫ്രീ ആയിരിക്കൂല. ഇപ്പൊ ഞാനും പുള്ളിയും ഫ്രീ ആയ ദിവസം നമ്മളെ വീഡിയോഗ്രാഫറിനെ കാണാൻ പോയില്ല. കാരണം കല്യാണ തിരക്കും ആ തിരക്കൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ പോയി. ആൻഡ് ഞാനും എന്റെ വീഡിയോഗ്രാഫറും തിരക്കാവും. പുള്ളി കുറച്ച് തിരക്കാണ്. പുള്ളിയുടെ കുറച്ച് പേഴ്സണൽ കാര്യമായിട്ട് പുള്ളി നമ്മുടെ ഈ വീഡിയോ എടുക്കുന്ന ആ ഒരു ടൈം അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ പുള്ളിക്കാരൻ ഇവിടെ കുറച്ച് നാളത്തേക്ക് ഇല്ലായിരുന്നു. സോ അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാൻ ഇത്ര വളരെ ലേറ്റ് ആയത്. അപ്പോൾ അതിൽ ഞാൻ വളരെയധികം ഖേദിക്കുന്നു ഗൈസ്. കാരണം എനിക്ക് അങ്ങനെ ഭയങ്കര എന്തോന്നു ഇങ്ങനെ എന്ത് പറയണോ ഓക്കെ അങ്ങനെ ഞാൻ വിചാരിച്ചല്ല. അപ്പൊ ഫൈനലി ഇപ്പൊ മേ ബി എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയം ഉണ്ടാവുമെന്നാണല്ലോ. ഇപ്പൊ മേ ബി ഇന്നായിരിക്കും അതിന്റെ ഒരു സമയം. അപ്പൊ ഗൈസ് നമുക്ക് ചെറുക്കനെ വിളിക്കാം. സോ ദിസ് ഈസ് ദ പയ്യൻ. അപ്പൊ ഇവിടെ മുതൽ സംഭവം സ്റ്റാർട്ട് ചെയ്യാം. അതായത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്ത് നമ്മുടെ ഗ്ലാമി ഗംഗയുടെ വീഡിയോസ് കൂടുതലും ഈ എന്താണ് അവരുടെ ഈ സ്ത്രീകൾക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഫാമിലിയുടെ സംഭവങ്ങളുടെ ചില കോൺട്രവേഴ്സി വരുന്ന സമയത്തൊക്കെ നമ്മുടെ ഫീഡിലേക്ക് വരിക. കഴിഞ്ഞ ദിവസം കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാമി ഗംഗ കല്യാണം കഴിഞ്ഞൊരു പയ്യൻ, വിവാഹിതനായ ഒരാളെ, വിവാഹിതനായി ഒരു കുഞ്ഞുള്ള ഒരാളെ വിവാഹം കഴിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെയൊക്കെയാണ് കണ്ടത്. വേണമെങ്കിൽ ഇപ്പോൾ സെർച്ച് ചെയ്താൽ കിട്ടും. വേണ്ട അത് സെർച്ച് ചെയ്യേണ്ട വരും. വെറുതെ എന്താണ് ഒരുപാട് ഇപ്പോൾ കയറി വരും. അപ്പോൾ അങ്ങനെയാണ് ഈ സാധനം ഞാൻ കാണാനിടയായത്. അപ്പോൾ ഇതെന്താ സംഭവം? കാരണം അതിനകത്ത് എനിക്കൊരു അതിശയോക്തി തോന്നിയിട്ടില്ല എങ്കിലും ഇതെന്താ ഇങ്ങനെ സ്പ്രെഡ് ആവുന്നത് കാര്യം. അപ്പം സ്വാഭാവികമായിട്ട് പുള്ളിക്കാരത്തിൻ്റെ ചാനലിൽ കയറി നോക്കിയപ്പോഴേക്കും റിവീലിംഗ് മൈ ഫ്യൂച്ചർ ഹസ്ബൻഡ് എന്നുള്ള കാര്യം, എൻ്റെ ഭാവി വരനെ പരിചയപ്പെടുത്തുന്നു എന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തെ അദ്ദേഹത്തിനെ കൊണ്ടിരുത്തിയതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പം ഇതിനകത്ത് വളരെ അവരുടെ ഏറ്റവും, ഞാനിപ്പോഴും പറയുന്നു, അവരുടെ ഏറ്റവും പ്രൈം മൊമെൻ്റ് ആണ്. വളരെ പ്രഷ്യസ് ആയിട്ടുള്ള വളരെ ഒരു മഹത്തായ ഒരു ടൈമാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൻ്റെ അകത്ത് എനിക്കൊരു ചെറിയൊരു കുത്തു പോലും, അതായത് ചെറിയൊരു എന്താ പറയുക, ഒരു സൂചി മുന കൊണ്ടുള്ള ഒരു ചെറിയൊരു ഇത് പോലും അതിനകത്തൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തുമില്ല. അദ്ദേഹം വിവാഹിതനാണെന്നുള്ള രീതിയിലേക്ക് ഇവർ തന്നെ ഇത് കൊടുക്കുന്നൊരു സംഭവമുണ്ട്. ചില കാര്യങ്ങളും കൂടെ അതിനകത്ത് പറയാനുണ്ട്. ഓക്കെ, സോ നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. അതായത് ഇതിപ്പം പുള്ളിയുടെ പേരൊക്കെ ഒന്ന് കേൾക്കാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ മുതുക്ക് ചെറുക്കൻ. അപ്പം മുതുക്ക് ചെറുക്കനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, പേരും കാര്യങ്ങളൊക്കെ. ഈ മുതുക്ക് എന്നൊക്കെ ഉള്ള സംഭവം ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഒക്കെ ഉപയോഗിക്കുന്ന കുറച്ച് നമ്മുടെ സ്ലാങ്ങിന്റെ കുറച്ച് സംഭവമാണ്. നിങ്ങളുടെ നാട്ടില് ഈ പൈനാപ്പിളിന് എന്ത് പേര് പറയും? ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂവിൻ്റെ അകത്ത് നിഖില വിമലൊക്കെ ഇരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പൈനാപ്പിളിന് ഞങ്ങളുടെ നാട്ടിൽ ട്രിവാൻഡ്രത്ത് പറയുന്ന പേര് പൊറുത്തിച്ചക്കാന്ന. നിങ്ങൾ ചിരിച്ചില്ലേ? അതാണ്. നിങ്ങളുടെ നാട്ടിൽ ചൂലെന്ന് തന്നെയാണോ പറയുന്നത്? അതാ വേറെ പേരുണ്ട്. ഈ പൈനാപ്പിളിന് വേറെ പേരുണ്ട്, കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ ചൂല്, ഞങ്ങളുടെ നാട്ടിൽ ചൂല് തുറപ്പഴത്ത് തൂത്തുവാരടാന്ന് പറയും അമ്മ. മനസ്സിലാവുന്നു? ഇന്ന് തിരുവനന്തപുരത്ത് പ്രാദേശികമായിട്ട് സംസാരിക്കുന്ന ഭാഷയാണ് ഈ പറയുന്നത്. ഓരോ നാട്ടിനും ഓരോ ഭാഷയുണ്ട്. അതിനെ കളിയാക്കുന്നവരുണ്ട് കേട്ടോ. അത് പക്ഷെ അങ്ങനെയല്ല. അതിനകത്ത് ഓരോരോ എന്താണ് പ്രാദേശികമായി ഭാഷ ഉണ്ടാകുന്നതിന് കടലിൻ്റെ സംസ്കാരം, കൾച്ചർ, അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല സാഹചര്യങ്ങളും കൂടി കയറി വരുന്നത്. പിന്നെ തമിഴിൻ്റെ ഇൻഫ്ലുവൻസ്, തമിഴ്നാട് ഇവിടെ അടുത്താണ്. അപ്പോൾ തമിഴ്നാട്ടിൻ്റെ ഇൻഫ്ലുവൻസ്, ഇങ്ങനെ പലതും നമ്മുടെ നാടിനെ ഒരുപാട് ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ മലബാർ ഏരിയയിലല്ലോ, നമ്മുടെ കാസർഗോഡ് ഏരിയയൊക്കെ നമ്മുടെ കർണാടക ആ ഒരു സംഭവമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഈ പറയുന്ന ഒരു പൊതുവായിട്ടൊക്കെ പറഞ്ഞ മുതുക്ക് കാള, മുതുമുതുക്കി എന്നൊക്കെ പറയുന്ന പോലെ മുതുക്ക് ചെറുക്കൻ എന്ന് പറയുന്ന അത് ചുമ്മാ പറയുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ പുറത്തിച്ചക്ക, തുറപ്പ, ഇതുപോലെ ഒരുപാടുണ്ട് കേട്ടോ. കുത്തുപോണി, ചരുവം, നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ. എനിവേ, നമുക്ക് ബാക്കി കേൾക്കാം. ഓഫ് കോഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം പുള്ളി പറയട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ബിക്കോസ് കാരണം ഇത് ഞങ്ങൾ കുറെ നേരമായിട്ട്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. രണ്ടുപേരും നല്ല അടിപൊളി ജോഡി, നല്ല സ്മാർട്ട് പയ്യൻ,
അതുപോലെ തന്നെ വളരെ സ്മാർട്ടായിട്ട് ഗ്ലാമി ഗംഗ ഇരിക്കുന്നു. നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ, ആത്മാർത്ഥമായിട്ട് പറയുന്നു. നിങ്ങളിവിടെ ചിരി ചിരി പച്ചല്ല അങ്ങനെ അങ്ങനെ ഇരുന്ന് ചിരിക്കണ്ട. ഹലോ ഗൈസ്, അപ്പൊ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. യെസ്. എന്റെ പേര് വിഷ്ണു എന്നാണ്. ഞാൻ ഒരു എഡിറ്ററാണ്, ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യണത്. എന്റെ സ്ഥലം വന്നിട്ട് ഉച്ചക്കട, അതായത് ബാലരാമപുരത്തിന് അടുത്തൊക്കെ ആയിട്ട് വരും. തള്ള നമ്മുടെ ഉച്ചക്കട ഉച്ചക്കട അറിയാമോ? അതായത് എനിക്ക് ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ? 40 ഒരു 39-40 കിലോ. 40 കിലോ. വീട് വരാം. അതാ നമ്മുടെ ഗ്ലാമിയൊക്കെ സംസാരിക്കുന്നത് വളരെ നാച്ചുറൽ ആയിട്ട് പറയുന്നത്. 40 നമ്മുടെ ഈ ഇവിടെ നാട്ടിലെ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു നിർത്തം നിങ്ങളുടെ നാട്ടിൽ ചിലപ്പം എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ അവിടെ നിർത്തും. നമ്മൾ എന്താണ് ഒരു ചെറിയ 40 ഒരു ഒഴുക്ക്. കാരണം ഇത് ഞങ്ങളുടെ നാട്ടിൽ ജനിച്ച് വളർന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് അവരുടെ ഘടനയിൽ ഉണ്ടാകുന്നതാണ്. ഇത് ഞങ്ങളുടെ നാട്ടിൻ്റെ അകത്ത് നിന്ന് ഞങ്ങളുടെ ആൾക്കാർക്കിടയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇത് ഇങ്ങനെ ചില സംസാരങ്ങൾ വരുമെങ്കിലും പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ബാക്കി ആരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ സംസാരം ആൾക്കാർ ഇങ്ങനെ തിരുവനന്തപുരം തന്നെ എന്ന് ചിന്തിക്കും. പക്ഷെ കളിയാക്കുന്നവരോട് പറയാനുള്ളത് ഇതൊരു ഭാഷയാണ്, ഇതിനകത്ത് ഇവിടെ രൂപപ്പെട്ടതാണ്. ഓക്കെ, ബാലരാമപുരം വരെ വീട്ടിൽ നിന്ന് ഇതുവരെ ഏകദേശം 40 കിലോമീറ്റർ ഉണ്ട്. അതിന്റെ അത് മാത്രമല്ല ഗൈസ്, ഇങ്ങോട്ട് വരാൻ ചില സമയത്ത് 2 മണിക്കൂർ എടുക്കും. എപ്പോഴും അല്ല, അത് ബ്ലോക്ക് ഒക്കെ ഉള്ള സമയത്ത്. സോ അപ്പൊ നമ്മളാണ് ഓക്കെ. അപ്പം നമ്മളാണ് കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് പോണത്. പെട്ടെന്ന് കാണിച്ച ഇങ്ങനെ. അപ്പം അതിന് എനിക്ക് കയ്യൊക്കെ എനിക്ക് നാണമുള്ള ഒരാളല്ല, അങ്ങനെ നാണിക്കേണ്ട ഒരാളെ അല്ല ഞാൻ. അപ്പൊ നമ്മളാണ് കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് പോണത്. ഓഫ് കോഴ്സ് നിങ്ങൾ ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു സംഭവം എൻ്റെ അറിവില്ല കേട്ടോ. നമ്മളാണ് കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് പോകണം. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, നല്ല കപ്പിൾ, ഇപ്പം അവര് എന്താണ് അടുത്ത് പ്രതിഷ്ഠിത വധൂവരന്മാർ അടിപൊളിയായിട്ടുണ്ട്. ഇനി നിങ്ങൾ നല്ല കപ്പിളായിട്ടൊക്കെ തന്നെ മാറട്ടെ, എല്ലാവിധ ആശംസകളും. ഇനി ഇദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്ന വീഡിയോക്കകത്താണ് ഈ ഒരു പുള്ളിക്കാരൻ്റെ മാരിറ്റൽ സ്റ്റാറ്റസ് പറയുന്നത്. നമുക്ക് നോക്കാം. അതായത് ഏതാണ്ട് 2 വർഷത്തിന് മുമ്പ് പുട്ടുകുറ്റി ഇല്ലേ, ചാനലിൻ്റെ പേരെന്താ, പുട്ടുകുറ്റി. ഓക്കെ, അത് പുള്ളിക്കാരത്തിന് തന്നെ ചാനലാണെന്ന് തോന്നുന്നു. ഓക്കെ, അതിനകത്ത് വന്നിരുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. ഓക്കെ, അവരുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ തന്നെയാണ് ചാനലെന്ന് തോന്നുന്നു. അതിനകത്താണ് ഈ വിഷ്ണു ആദ്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് തന്നെ കാണാം. ഇതാ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നു എല്ലാവരും. മോളെ പേര് അമയ ബി. നോട്ട് റെഡി ടു മിങ്കിൾ. ഹരിച്ചേട്ടനെ സമീപിക്കേണ്ടതാണ്. വേണ്ടായിരുന്നു. ഫോട്ടോ എടുത്ത് സ്റ്റോറി. സീരിയസ്ലി നന്നായിട്ട് ആക്ട് ചെയ്യും. അവ അഭിനയിച്ച് കിങ് ഓഫ് കൊത്തയിലുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരും. ഓൾ ദി ബെസ്റ്റ്. ഫോട്ടോ എടുത്ത് സ്റ്റോറി. എനിക്ക് സിനിമ എന്നായിരുന്നു ആഗ്രഹം. ഇപ്പൊ ഗവൺമെന്റ് ജോലി ആയില്ല, ഭയങ്കര PSC കൊടുത്തോ. ചേട്ടൻ കട്ട PSC ആണ്. PSC ഗവൺമെന്റ് ജോലിയുള്ള പെണ്ണുങ്ങൾ, ഗവൺമെന്റ് ജോലിയുള്ള ഭർത്താവ് വേണമെന്നുണ്ടെങ്കിൽ ഹരിച്ചേട്ടനെ സമീപിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിനകത്താണ് ഈ ഇത് പറഞ്ഞുകൊണ്ട് മാത്രം പറയും ഭർത്താവ്, ഭാര്യ, ഭരണം, ഭീകരൻ. ഇത് നമ്മുടെ ഈ പായിട്ടിട്ടുള്ള ആ ഫലം എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ ഒരു ഫലം എന്നുള്ള രീതിയിൽ പറയും. പക്ഷെ ആ ഒരു സാധനത്തിൽ നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും അത് യൂസ് ചെയ്യുന്ന പ്രാദേശികമായ ലാംഗ്വേജിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. ഭാര്യ, ഭർത്താവ്, സത്യം പറഞ്ഞ മലയാള ഭാഷാ പ്രയോഗത്തിൻ്റെ അകത്ത് ഭ എന്നാണ് പറയുക. ഭാര്യ, ഭരണം, ഭരണി, ഭർത്താവ്. അത് നമ്മുടെ ഇവിടെ വരുന്ന സമയത്ത് ഈ സാധനത്തിന് നീയാണോ ഭാര്യ, നീയാണോ ഭർത്താവ് എന്നൊക്കെ പറയും. എന്തായാലും ആലോചിച്ചതല്ലേ, വേണ്ടെന്ന് വെക്കണ്ട. നോട്ട് റെഡി ടു മിങ്കിൾ. ചുമ്മയാണ് ഇങ്ങനെയൊക്കെ പറയും. എവിടെയാ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാ പെൺപിള്ളേർക്കും സാധാരണ ആൺപിള്ളേർ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അറിയാൻ ആഗ്രഹിക്കും. ആർ യു ഗൈസ് കമ്മിറ്റഡ്? സിംഗിൾ. നമുക്ക് പെണ്ണില്ലാടാ. സിംഗിൾ. ഞാൻ മാരീഡ് ആണ്. ഇവിടെ ഈ മാരീഡ് ആണെന്ന് പറയുന്നതാണ് ആ വിഷ്ണു എന്നാണ് ഈ കമന്റ് ബോക്സുകളിൽ എല്ലാവരും പറയുന്നത്. ആ വിഷ്ണു താടി ഇപ്പോൾ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എനിവേ ഇദ്ദേഹമാണല്ലോ അദ്ദേഹം അല്ലേ? എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തണം കേട്ടോ. എനിക്കൊരു വൈഫുണ്ട്, നല്ലൊരു സുന്ദരിയായ മോളുണ്ട്. മോളെ പേര് അമയ ബി. സിംഗിൾ ആണ്. അമ്മയെ എന്ന് പറയുന്ന ഒരു മകൾ, സുന്ദരിയായ മകളുണ്ടെന്ന്, അതുപോലെ തന്നെ അദ്ദേഹം മാരീഡ് ആയിരുന്നു എന്നുള്ള കാര്യമാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത് കമൻറ്റ് ബോക്സിൽ ഈ 2 വർഷത്തിന് മുമ്പുള്ള വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ തന്നെയാണ് ഇത് എല്ലാവരും പറയുന്നത്. പുള്ളിക്കാരൻ ഡിവോഴ്സാണ്, അതിനെന്താ ഡിവോഴ്സ് ആയവർക്ക് പിന്നെ കല്യാണം കഴിക്കാൻ പാടില്ലേ? ലൈഫ് ലോങ് സിംഗിളായി ജീവിക്കണോ? പ്ലീസ് ലീവ് ദം ഗൈസ്.
ഇതിൽ കൂടുതലൊന്നും എനിക്കും പറയാനില്ല. ഇത് എന്തോ വലിയൊരു മഹാപാപം ഗ്ലാമി ഗംഗ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. ആ പുള്ളിക്കാരത്തിക്ക് അവരുമായിട്ട് ഇപ്പം എന്താണ് കുറച്ച് കാലത്തെ ബന്ധത്തിലൂടെ ഞാൻ എൻ്റെ കുറച്ച് മുമ്പുള്ള ചില വീഡിയോകളിനകത്ത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചില പിള്ളേരെ ഇറങ്ങിപ്പോകുന്നതും പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയെ കെട്ടിച്ചു വിടുന്നു, അതിനുശേഷം അതിൻ്റെ മൂത്തത് ഇറങ്ങിപ്പോയതിന് ഇളയ കുട്ടിയെ കെട്ടിക്കുക, അതൊക്കെ അതിനകത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് നാളും ഒരു ലോങ് ടൈം ഒരു ബന്ധമൊക്കെ ഉള്ള ഒരു വ്യക്തിയെ നമ്മളെ കുറ്റവും കുറവും എല്ലാ കാര്യങ്ങളും അറിയാമെന്നിരിക്കെ അതിന് ശേഷം നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയുമ്പോഴും സ്റ്റിൽ ഐ ലവ് യു അതുപോലെ സ്റ്റിൽ ഐ ലവ് യു ഗാഥ അല്ലേ? അതുപോലെ തന്നെ അതുപോലെ അവർക്ക് ഇഷ്ടമാണ്. മാരേജ് കഴിഞ്ഞു, അതിനുശേഷം ആ രണ്ടുപേർക്കും തമ്മിൽ ഇടയിൽ ചിലപ്പോൾ ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കാം. ആ സാഹചര്യം ഉണ്ടായതിനു ശേഷം ഈ രണ്ട് വ്യക്തികളും രണ്ടായിട്ട് മാറുമ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവാം. അത് ചിലപ്പോൾ കോടതിയുടെ വ്യവസ്ഥ പ്രകാരം അച്ഛൻ്റെ കൂടെയോ അമ്മയുടെ കൂടെയൊക്കെ ആവാം, പല കാര്യങ്ങളുണ്ടാവാം. ഇതിന് ശേഷം രണ്ടായിട്ട് പിരിഞ്ഞവർക്ക് ആ രണ്ടുപേർക്കും ജീവിതമുണ്ട്. ആ സ്ത്രീ ആണെങ്കിൽ സ്ത്രീക്കും വേറെ വിവാഹം കഴിക്കാം, പുരുഷനാണെങ്കിൽ പുരുഷന് മറ്റൊരു വിവാഹം കഴിക്കാം. എന്താ പ്രശ്നം? വിവാഹം കഴിച്ച ഒരു പുരുഷൻ അവരൊരു കാരണവശാലും വിവാഹം കഴിക്കാത്തൊരു പെണ്ണിനെ കെട്ടാൻ പാടില്ലെന്ന് അലിഖിത നിയമമുണ്ടോ? ഇനി വിവാഹം കഴിച്ചൊരു സ്ത്രീ അതിന് വിവാഹം കഴിക്കാത്തൊരു പുരുഷനെ കെട്ടിക്കൂടാന്നൊരു അലിഖിത നിയമം വല്ലതുണ്ട്? ഇതൊക്കെ ആരുണ്ടാക്കി? സാമൂഹിക സദാചാര ബോധം അല്ലേ? അല്ലാതെ ഗ്ലാമി ഗംഗയ്ക്കും ആ പയ്യനും തമ്മിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള അവരുടെ അടുപ്പവും അവർക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്നിരിക്കെ തീർച്ചയായിട്ടും അതിനപ്പുറത്തേക്ക് എന്താ വേണ്ടേ? നമ്മളെ കൊണ്ട് പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യവും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നല്ലൊരു എന്താ പറയുക ആശംസകൾ വിഷസ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. സമൂഹത്തിൻ്റെ അകത്ത് കുറേ ആൾക്കാർ എനിക്കൊക്കെ നേരിട്ട് തന്നെ അറിയാം, വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ട്, രണ്ടായി പിരിഞ്ഞതിന് ശേഷം അവർക്ക് മറ്റൊരു വിവാഹം കഴിപ്പിക്കാൻ കുടുംബക്കാർ സമ്മതിക്കത്തില്ല. അതോടൊപ്പം തന്നെ അവർക്ക് വേറൊരു പാർട്ട്ണറിന് ആവശ്യമുണ്ട്, ആഗ്രഹമുണ്ടെങ്കിൽ പോലും സമൂഹത്തിനെ പേടിച്ച്, ചുറ്റുപാടുള്ളവരെ പേടിച്ച്, ബന്ധുക്കളെ പേടിച്ച്, അച്ഛനമ്മമാരെ പേടിച്ച് ആ ഒരു കാര്യവും ജീവിതത്തിൻ്റെ അവസാനം വരെ ഒറ്റയ്ക്ക് നടന്ന് അവസാനം അവശരായി മരണപ്പെട്ട ആൾക്കാരെയും അറിയാം. ആലോചിച്ച് നോക്കണം. ഈ ഒറ്റപ്പെടൽ എന്നുള്ളൊരു സാധനമുണ്ടല്ലോ, അത് അനുഭവിക്കുമ്പോഴല്ലാതെ അതിൻ്റെ തീവ്രതയും വേദനയും ആർക്കും മനസ്സിലാവത്തില്ല. ആ മനുഷ്യൻ വിവാഹം കഴിച്ചു, അതിന് പല കാരണങ്ങളുണ്ടാവാം, ഡിവോഴ്സായി. എന്താ പ്രശ്നം? ഡിവോഴ്സായ വ്യക്തി അദ്ദേഹത്തിന് മറ്റൊരാളുമായിട്ട് ഇപ്പം അടുപ്പമുണ്ടായിക്കൂടാന്നില്ല, വിവാഹം കഴിച്ചുകൂടാകുന്നില്ല, ചിലപ്പോൾ ലിവിങ് ടുഗദറിലേക്ക് എത്തി എന്നുള്ള കാര്യം ആയാലെന്നില്ല. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുക എന്ന് പറയുന്ന കാര്യം, ആ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് നമ്മൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് എന്താടാ നീ മറ്റേ ഡിവോഴ്സ് ആയോ എന്തിനാ, എന്താടാ പെങ്കൊച്ചിനെ കെട്ടിക്കൊണ്ടുപോയെ, എന്തിനാ ഈ അച്ഛനമ്മമാർ കെട്ടിച്ചു കൊടുക്കുന്ന നമ്മളെ എല്ലാ രാഹു എവിടെയാ കുജൻ ഇപ്പൊ കാലിന്റെ ഇടയിൽ എന്താ അങ്ങ് മറ്റേ അവിടെയാ, പിന്നെ 8 പൊരുത്തം മറ്റേ എന്താണ് ശുക്രൻ അവിടെ നിൽക്കുന്നു, കുജൻ പെണ്ണിന്റെ ഇത് 7 ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ ഇത് ഗ്രഹനില അതിൻ്റെ അകത്ത് നിൽക്കുന്നു. അതുകൊണ്ട് എന്താ ഇപ്പൊ കെട്ടിക്കഴിഞ്ഞാൽ ഈ പെണ്ണ് വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ പുരുഷൻ അങ്ങോട്ട് പോവും, അഥവാ ചത്തുപോവും. അതുപോലെ തന്നെ മറ്റത് മറിച്ചത് കുറച്ച് ദിവസം 2-3 ദിവസം മുമ്പ് ഞങ്ങളെ കുറച്ച് സുഹൃത്തുക്കളിൽ സംസാരിച്ചപ്പോൾ ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു. വീടിൻ്റെ ഈ എന്താണ് അതിൻ്റെ പേര്, ഗ്രഹനില അല്ലല്ല, വീടിൻ്റെ വാസ്തുവായി ബന്ധപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുള്ളവരായിരിക്കാം, നിങ്ങളുടെ വിശ്വാസം ഞാൻ അധിക്ഷേപിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ, ഞങ്ങൾ സംസാരിച്ചൊരു കാര്യം, ഒരു വളരെ വലിയൊരു കോടീശ്വരി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഒരു കുടിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഒരാൾ കൊടുക്കുന്ന ചെറിയ സ്ഥലത്തിൻ്റെ ഒരു മൂലയ്ക്ക് അയാൾ ഒരു കുടിൽ കെട്ടിക്കിടക്കുന്നു. അന്ന് അങ്ങേര് മറ്റേ ഈ വാസ്തു നോക്കിയില്ല, ആരൂഢത്തിൻ്റെ സംഭവം നോക്കിയില്ല, അവിടെ ദിക്പാലകന്മാർ എവിടെയൊക്കെ നിൽക്കും നോക്കിയില്ല, അതിൻ്റെ വടക്കും കിഴക്കും തെക്കും എങ്ങോട്ടാണ് വഴി വേണം, എവിടെയാണ് വാതിൽ വേണമെന്ന് ചിന്തിച്ചില്ല, അതിനകത്ത് ടോയ്ലറ്റ് പോലും സംവിധാനമില്ല, എവിടെയെങ്കിലുമൊക്കെ ഇത് നടത്തുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. എന്നാൽ ഇതേ വ്യക്തിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ലോട്ടറി അടിച്ചു, 2 കോടി രൂപ അടിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 10 കോടി അടിച്ചെന്ന് വിചാരിക്കുക. ഈ 10 കോടി അടിച്ചവൻ വീണ്ടും പണത്തിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അവൻ അടുത്തൊരു സ്ഥലം വാങ്ങുന്നു, വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം വിളിക്കുന്നത് ആരെയാ? വാസ്തു നോക്കുന്ന ആളെയാ. മനസ്സിലാക്കണം, അവൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ അവരിതൊന്നും നോക്കിയില്ല. എന്നാൽ പണം വരുന്ന സമയത്ത് ഇതെല്ലാം നോക്കുക. പണം എന്നുള്ളൊരു സാധനം എന്നുള്ളൊരു സംഭവം മാത്രമാണ് ഇതിൻ്റെ എല്ലാം കാരണം. വളരെ സാധാരണക്കാരുടെ മാരേജ് നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുമ്പോഴോ ഒന്നും ഇവരാരും നോക്കത്തില്ല. വളരെ സുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ട്. എല്ലാ തരത്തിലും കുടുംബവും ബന്ധുക്കളും കൂട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് സാമ്പത്തികം നോക്കി, സ്റ്റാറ്റസ് നോക്കി, ജാതി നോക്കി, മതം നോക്കി, നിറം നോക്കി, പണത്തിൻ്റെ വലിപ്പം നോക്കി, ഗവൺമെൻറ് ഉദ്യോഗം നോക്കി എല്ലാം കെട്ടിച്ചു കൊടുത്തതിന് ശേഷവും ഇന്നും എത്ര ജീവിതങ്ങളാണ് പിരിഞ്ഞു പോയിട്ടുള്ളത്? മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ താൻ ചൂസ് ചെയ്തിട്ടുള്ളതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ആരും കൊണ്ട് നടക്കാൻ താല്പര്യപ്പെടത്തില്ല. പണ്ട് കാലത്തും കുറച്ചു കാലത്തിന് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ അടിമത്ത സിസ്റ്റം തന്നെയാണ്. കാരണം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആജീവനാന്താലം ഇയാളുടെ കൂടെ ഇവൾ ജീവിക്കുക, ഇവളുടെ കൂടെ അയാൾ ജീവിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല. അങ്ങ് ജീവിച്ചേ പറ്റൂ അല്ലേ? അതല്ല ജീവിതം.
അതെന്തിനാണ് ജീവിക്കുന്നത്? നിങ്ങൾ കുറച്ച് കാലമല്ലേ ജീവിച്ചിരിക്കുള്ളൂ. നിങ്ങൾ 100 വയസ്സ് വരെ പോകും ഇല്ല. ചിലപ്പോൾ ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഇവിടുത്തെ മൊത്തത്തിൽ ഒരു ആവറേജ് ലൈഫ് എന്ന് വെച്ചാൽ ഒരു 70 വയസ്സ് പരമാവധിയാണ്. അതിന് 50 വയസ്സിന് ശേഷം മുട്ടുവേദന, കാലുവേദന, നടുവേദന, ചെവി വേദന, തലവേദന, കുനിഞ്ഞു നടക്കൽ, അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും വരും. ആ ചെവി എല്ലാ സാധനം പ്രശ്നം വരും. അപ്പോൾ 50 വയസ്സിന് മുമ്പുള്ള 50 വർഷത്തിൻ്റെ ആദ്യത്തെ ഒരു 10 മുതൽ 20, 22, 25 വയസ്സ് വരെയൊക്കെ പഠിത്തമായിരിക്കും. ആ 25 വയസ്സിന് ശേഷം പിന്നുള്ള 25 വയസ്സ് വരെയുള്ള 50 വയസ്സിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുന്നത്. ഈ 25 വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ടെൻഷൻ അടിക്കുന്നത്? ആ വർഷങ്ങളിൽ ജീവിക്കണം, ഇഷ്ടപ്പെട്ടത് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്നു, ഇഷ്ടപ്പെട്ടത് ചെയ്യണം. അതിന് മറ്റുള്ളവർ ചുറ്റുപാട് നിൽക്കുന്നവർ ഒരുത്തരെയും നോക്കരുത്, ഇഷ്ടപ്പെട്ടത് ചെയ്യണം. അത് കണ്ടവൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്നതും ആവരുത്, മറ്റുള്ളവരുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നതും ആവരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യടേ, ഇഷ്ടമുള്ളത് ചെയ്യും. അതാ ഇപ്പം ഗ്ലാമിയോട് എനിക്ക് റെസ്പെക്ട് തോന്നുന്നതാ. ഇഷ്ടമുള്ളത് ചെയ്തു, സമൂഹത്തിനെ നോക്കുന്നില്ല. തൻ്റെ ഇഷ്ടം, തൻ്റെ പാർട്ട്ണർ ആവാൻ വേണ്ടിയിട്ട് പോകുന്ന പുള്ളിക്കാരൻ്റെ ഇഷ്ടം, അയാൾ മറ്റെന്തോ മറിച്ചാണ്, അത് ആ പെൺകുട്ടി നോക്കിയാൽ മതി, നമ്മളാരും നോക്കേണ്ട കാര്യമില്ല. ഗൈസ്, ഇത് കൂടുതലൊന്നും പറയാനൊന്നുമില്ല. നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങളാണെങ്കിലും ഇപ്പം മാരേജ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് എഴുതിയിട്ടതിൻ്റെ അകത്ത് ഡിവോഴ്സ് എന്നുള്ള സാധനം ഞാൻ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനതൊരു 5-6 എഴുതിയിട്ടിട്ട് അല്ല ഒരെണ്ണം ഞാൻ പോസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം എൻ്റെ ഇൻബോക്സിൻ്റെ അകത്തൊരു കുട്ടി ഒന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു വെച്ചാൽ 18 വയസ്സിൽ മാരേജ് കഴിഞ്ഞു. 18 വയസ്സിൽ മാരേജ് കഴിഞ്ഞൊരു കൊച്ചു കുഞ്ഞായിരിക്കവേ അദ്ദേഹം മരണപ്പെട്ടു. ആലോചിച്ച് നോക്കണം. ആ കുട്ടി 18-19 വയസ്സിൽ മാരേജ് കഴിഞ്ഞു. ആ പയ്യൻ മരിക്കുന്നത് 2 വർഷം 3 വർഷത്തിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം മരിച്ചു പോകുന്നു. 10-21 വയസ്സ് മാത്രമുള്ള പ്രായത്തിൽ വൈധവ്യം നേരിട്ടു. അതിനുശേഷം ആ കുട്ടി അനുഭവിക്കുന്ന ഒറ്റപ്പെടലും ഒരു വല്ലാത്തൊരവസ്ഥ. ആ കുട്ടി ഇപ്പോൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്: എന്നെപ്പോലുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ട് പകുതി ജീവിതം തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ നഷ്ടപ്പെട്ട ഞങ്ങളെക്കുറിച്ച് എഴുതണമെന്ന് പറഞ്ഞു. ഞാനന്ന് എഴുതിയത് ഇതാണ്ട് ഈ സാധനമാണ്. ഡിവോഴ്സ് എന്ന് പറഞ്ഞ് ഞാനന്ന് എഴുതിയിട്ടുള്ളതിൻ്റെ താഴെയാണ് അകന്ന മനസ്സുമായി ഒരിടത്ത് വേണ്ട, കുറ്റിയിൽ ബന്ധിച്ച നാൽക്കാലി അല്ല നിങ്ങൾ, ഇത്രയും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും എനിക്കും പറയാനുള്ളൂ. നിങ്ങളുടെ ജീവിതത്തോടെ അതിനകത്ത് ഞാനോ സമൂഹമോ ആരുമില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുക, ആരെ നോക്കരുത്, പറക്കുക, അത്ര തന്നെ. സോ ഗൈസ്, അതുപോലെ തന്നെ നിർത്തുന്നതിന് മുമ്പ് നമ്മുടെ ഗ്ലാമി ഗംഗയ്ക്കും പ്രതിശ്രുത വരനും എല്ലാവിധ ആശംസകളും, എല്ലാം നന്മയായിട്ട് വരട്ടെ. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അടുത്ത വീഡിയോ ഗൈസ്. ബൈ.